Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അഗ്നിവീർ വായു നോൺ കമ്പാറ്റന്റ് ട്രേഡിന്റെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. നിങ്ങളും ഇന്ത്യൻ എയർഫോഴ്സിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളും ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സിന്റെ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പോയി നോക്കേണ്ട ഒരാവശ്യവും വരത്തില്ല. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. 2024-25 SSC-ജിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. അതനുസരിച്ച് അന്ന ഡിഫൻസ് അക്കാഡമിയിൽ SSC-ജിയുടെ ക്ലാസുകൾ ആഗസ്റ്റ് 30 മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സിന് ശേഷമുള്ള ആ ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈവൻ നിങ്ങൾക്ക് ആ ഒരു ദിവസം ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് മുഖേന അതാത് ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 100+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ അവയർനെസ്സും ഫിസിക്കൽ ട്രെയിനിങ്ങും പിന്നെ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജോബ്, അതായത് നിങ്ങളുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു പാരാമിലിറ്ററി യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഡ്രീം യൂണിഫോം കിട്ടുന്നത് വരെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നൽകുന്ന ഒരു അക്കാഡമി എന്ന് പറയുന്ന നാന ഡിഫൻസ് അക്കാഡമിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ SSC-ജിയുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ ഒരു ഇൻടേക്ക് 01/2025 ആണ്. എല്ലാ ഡീറ്റെയിലും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഫസ്റ്റ് ആണ് ഏജ് ലിമിറ്റ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് 2 ജനുവരി 2004 2 ജൂലൈ 2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻറോൾ ആവുമ്പോൾ നിങ്ങളുടെ ഏജ് 21 വയസ്സിൽ കൂടുതലാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായി. നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മെരിറ്റൽ സ്റ്റാറ്റസ്. ഓൺലി അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതും മാരീഡ് ആയിരിക്കാൻ പാടില്ല. അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മനസ്സിലായി. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@andron എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രാക്ടീസ് സെറ്റിൻ്റെ എല്ലാം PDF നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@andron എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡിഫൻസ് ജോബായിട്ട് നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് കണക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാനും പറ്റുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ ആണല്ലോ കുട്ടികളെ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അന്ന ഡിഫൻസ് അക്കാഡമിയിൽ RPF-ന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. RPF-ന്റെ ഓൺലൈൻ ക്ലാസ്സിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലും. RPF-ന്റെ എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനിയും ടൈമുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കയറി കണ്ടാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ തവണത്തെ RPF-ന്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹൈറ്റ് എത്ര വേണം. ടോട്ടൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. ഹൈറ്റ് വളരെ കുറവുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി കുട്ടികൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ പാരാമിലിറ്ററിലും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ പറയുന്ന അഗ്നിവീർ വായു നോൺ കോമ്പാറ്റന്റ് ട്രേഡ് എന്ന് പറയുന്നത് തന്നെ. ക്ലിയർ ആയാലോ? ഹൈറ്റ് അപ്പോൾ 152 സെൻറ്റിമീറ്റർ മാത്രം മതി. നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജോബ് പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ട്രേഡിലേക്കാണ് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി സ്ട്രീം, അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് സ്ട്രീമാണ്. ഈ 2 സ്ട്രീമിലേക്കാണ് നിങ്ങൾക്ക് അവിടെ ജോലിയിൽ പോകാൻ പറ്റുന്നത്. ക്ലിയർ? ഇനി ഈ 2 ട്രേഡിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി സ്ട്രീം എന്ന് പറയുന്നത്? ഹോസ്പിറ്റാലിറ്റി സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിച്ചണിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. അതായത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കുക്കിംഗ് ഉണ്ട്, പിന്നെ കിച്ചൺ മാനേജ്മെന്റ് ഉണ്ട്, പ്രസന്റേഷൻ ഓഫ് ഡിഷസ് ഉണ്ട്, മെയിൻറ്റെയിൻ സാനിറ്റൈസ്ഡ് ആൻഡ് ഓർഡർലി എൻവയോൺമെന്റ് ഇൻ ദ കിച്ചൺ. അതായത് നിങ്ങളുടെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കിച്ചൺ എങ്ങനെ സേഫായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഡിഷസ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിനകത്ത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു PDF എടുത്തിട്ട്
ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം വായിച്ചു നോക്കാനും പറ്റുന്നതായിരിക്കും. ക്ലിയർ? ഈ ഒരു ട്രേഡിനകത്ത് വരുന്ന എല്ലാ ടാസ്കും കിച്ചൺ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് സ്ട്രീം. ഈ ഹൗസ് കീപ്പിംഗ് സ്ട്രീമിനകത്ത് വരുന്ന എന്താണ്? നിങ്ങളുടെ മെയിൻ്റെനൻസ് ആണ് ഇവിടെ വരുന്നത്. അതായത് എന്ത് മെയിൻ്റെനൻസ് ആണ്? നിങ്ങളുടെ തൂക്കുന്നതും തുടയ്ക്കുന്നതുമായിട്ടുള്ള എല്ലാ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ടാസ്കുകളാണ് ഈ ഒരു ഹൗസ് കീപ്പിംഗ് സ്ട്രീമിനകത്ത് വരുന്നത്. ഫ്ലോർ, തറ തുടയ്ക്കുക, പിന്നെ അതുപോലെ റോഡുകൾ, റൂംസ്, ബാത്റൂം, പിന്നെ കൊമോഡേഴ്സ്, അതുപോലെ തന്നെ യൂറിനൽസ് എക്സെട്ര, മേക്കിംഗ് ഓഫ് ബ്രൂംസ്, അതൊക്കെയാണ് വരുന്നത് ഈ ഒരു ട്രേഡിനകത്ത് ഹൗസ് കീപ്പിംഗ് സ്ട്രീം എന്ന് പറയുന്നത്. രണ്ട് ട്രേഡിന്റെയും എല്ലാ ഡീറ്റെയിലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ഒരു അഗ്നിവീർ വായു നോൺ കമ്പാറ്റന്റ് ട്രേഡ് എന്ന്. ക്ലിയർ ആയാലും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഹോസ്പിറ്റാലിറ്റി സ്ട്രീം ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് സ്ട്രീം. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രൊസീജിയർ ടു അപ്ലൈ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ ഈ ഒരു ലിങ്ക്? ഈ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ഒഫീഷ്യൽ PDF നിങ്ങൾ ചെന്നാൽ മതി. ഒഫീഷ്യൽ PDF എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ നേരെ എന്താണ് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊണ്ടുപോകും ഇന്ത്യൻ എയർഫോഴ്സിന്റെ. അവിടെ നിന്ന് നിങ്ങൾക്ക് അഗ്നിവീർ വായു നോൺ കമ്പാറ്റന്റിന്റെ PDF ലഭിക്കുന്നതായിരിക്കും ഫോം ഫില്ല് ചെയ്യാനുള്ള. അതുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഫോം എന്ന് പറയുന്നത്. കണ്ട, ആപ്ലിക്കേഷൻ ഫോം. ഇതേ കണക്ക് ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിറയ്ക്കണം. എല്ലാം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് നിറയ്ക്കേണ്ടത്. എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം നിറയ്ക്കണം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിറഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ സൈൻ ചെയ്യണം. ഞാൻ ഈ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണെന്നും പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ഇവിടെ അറ്റാച്ച് ചെയ്യണം. നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ്, ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം. പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓഫ്ലൈനിലാണ് അയക്കേണ്ടുന്നത്. മനസ്സിലായി? അതുകൂടി ഞാൻ പറയുന്നുണ്ട്. ഓഫ്ലൈനിലാണ് നിങ്ങൾ അയക്കേണ്ടുന്നത്. ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓഫ്ലൈനിൽ എങ്ങനെയാണ് ആദ്യം നിങ്ങൾ അയക്കേണ്ടുന്നത്? ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇത് കണക്കുള്ള നിങ്ങൾക്ക് ഈ ഒരു ഫോം ലഭിക്കുന്നതായിരിക്കും. ഈ ഫോമിന്റെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ക്ലിയർ? ഈ ഒരു ഫോം എടുത്തതിന് ശേഷം ഇതിനകത്ത് നിങ്ങളെല്ലാം സൈൻ ചെയ്യണം. ക്ലിയർ? ഈ ഒരു ഫോം എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു കൺസെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. കൺസെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് 18 വയസ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം പ്രകാരമാണ് വരുന്നത്. അതുകൊണ്ട് റാലിയിൽ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എന്ത് പറ്റിയാലും. അതാണ് ഈ ഒരു കൺസെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 18 വയസ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ പേരന്റിൻ്റെത്, അതുപോലെ തന്നെ 18 വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വലിന്റെ സൈനും ഇതിനകത്ത് ചെയ്തിരിക്കണം. എന്നിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റും എന്താണ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ക്ലിയർ? ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്താണ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്താണ് ആ ഒരു ഫോം ഫില്ലിങ്ങിനകത്ത് നിങ്ങൾ അയച്ചേക്കണം അങ്ങോട്ട്. ക്ലിയർ ആയാലോ? ഇനി ഫൈനലി ആണ് അഡ്മിറ്റ് കാർഡ്. ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ലഭിക്കുന്നത്? നിങ്ങൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റും നിങ്ങൾ ഫില്ല് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എന്താണ് അവർ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് അയക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പോയിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ പറയുന്ന ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതാത് സ്ഥലങ്ങളിൽ ചെന്നതിന് ശേഷം ആ പറയുന്ന ആ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ക്ലിയർ? അപ്പം മനസ്സിലായാലും എല്ലാ കാര്യവും നിങ്ങൾക്ക് ഈ ഒരു ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. ഇനി എങ്ങനെയാണ് അയക്കേണ്ടത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അതുകൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം പോസ്റ്റൽ അഡ്രസ്. ടോട്ടൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ 78 സെന്ററിന്റെ അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. വേക്കൻസിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ എയർഫോഴ്സ് സെന്ററിലാണ് വേക്കൻസി? ചിലയിടത്തൊക്കെ ഹൗസ് കീപ്പിംഗ് ആണ്, ചിലയിടത്തൊക്കെ ഹൗസ് കീപ്പിംഗും ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിന്റെ വേക്കൻസിയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡ്രസ്സും ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യമാണ്, അതായത് എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ ഈസിയായി അല്ലേ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് 1 എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ഓഫ്ലൈനിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ എന്താണ് ചെയ്യേണ്ടത്? ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം, ഫോം എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കണം, ഫില്ല് ചെയ്യണം, ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ എന്താണ് നിങ്ങൾ സെൻഡ് ചെയ്യുക. എവിടത്തേക്കാണ് അയക്കേണ്ടത്? ഏത് സെന്ററാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു എയർഫോഴ്സ് സെന്ററിലേക്ക് നിങ്ങൾ അയക്കുക. അതിനുശേഷം നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം അവിടെ ചെല്ലും. അവിടെ ചെന്നതിന് ശേഷം അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റും നിങ്ങൾ അയച്ച ഡോക്യുമെന്റ്സ് എല്ലാം. അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകണം ഈ സെലക്ഷൻ പ്രോസസ്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ റിട്ടൺ എക്സാം ആണ്. ക്ലിയർ? റിട്ടൺ എക്സാമിനകത്ത് വരുന്നത് ഇംഗ്ലീഷിന്റെ 10 ക്വസ്റ്റിനും അതുപോലെ തന്നെ ജനറൽ നോളജിന്റെ 10 ക്വസ്റ്റിനുമാണ് വരുന്നത്. ടോട്ടൽ 20 മാർക്കിനാണ്. ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 10 മാർക്കെങ്കിലും നേടിയിരിക്കണം. 10 മാർക്ക് നിങ്ങൾ നേടിയാണെന്നുണ്ടെങ്കിൽ ഫേസ് 1 നിങ്ങൾ പാസ് ആവുന്നതാണ്. ക്ലിയർ ആയാലോ? ഇനി നമുക്ക് ഫേസ് 2 നോക്കാം. ഈ ഒരു ഫേസ് 2 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഫേസ് 1 പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഫേസ് 2 പോകാൻ പറ്റത്തുള്ളൂ. ഫേസ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫേസ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ഹൈറ്റ് അവിടെ ചെക്ക് ചെയ്യുന്നതാണ്. 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അതിനുശേഷം ഈ ഒരു PFT ടെസ്റ്റിനകത്ത് വരുന്നതാണ് 1.6 കിലോമീറ്റർ റൺ. 1600 മീറ്റർ നിങ്ങൾ റൺ ചെയ്യണം. നിങ്ങളെ തന്നെ ടൈമാണ് 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. ഈ ഒരു PFT തന്നെ ഇവിടെ 2 സെഷനിലാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത്
അതായത് PFT1 ആൻഡ് PFT2. PFT1 റണ്ണിംഗ് മാത്രമാണ് വരുന്നത്. 1600 മീറ്റർ 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. PFT2 മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് 10 പുഷപ്പ് നിങ്ങൾ എടുത്തിരിക്കണം, 10 സിറ്റപ്പ് എടുക്കണം, 20 സ്ക്വാട്സും എടുക്കണം. ഇതെല്ലാം 1 മിനിറ്റിനുള്ളിലാണ് നിങ്ങൾ എടുത്തിരിക്കേണ്ടത്. ഇതുകൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് 2 ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഫേസ് 2 കൂടി നിങ്ങൾ ക്ലിയർ ചെയ്താൽ നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫേസ് 3, അതായത് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ്. സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടാസ്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ആ ടാസ്ക് നിങ്ങൾ പെർഫോം ചെയ്ത് കാണിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കാണിക്കണം, ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലോർ ക്ലീൻ ചെയ്ത് കാണിക്കണം, ചെയറൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കാണിക്കണം, ഡിഷസിന്റെ പേര് പറയേണ്ടി വരും. ഓരോ ടാസ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഈ ഒരു സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി നിങ്ങൾ അവിടെ മിനിമം 15 മാർക്കെങ്കിലും നേടിയിരിക്കണം. ടോട്ടൽ 30 മാർക്കിന്റെയാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. 15 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടാസ്ക് ക്രോസ് ചെയ്ത് ലാസ്റ്റ് ഫേസ് 4ലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. ഈവൻ ഇവിടെ പറയുന്ന ഏതെങ്കിലും ടാസ്ക് നിങ്ങൾ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയാണ് ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. അതുകൂടി ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് 3 മനസ്സിലായല്ലോ. അതിനുശേഷമുള്ള ലാസ്റ്റ് ഫേസ് ആണ് ഫേസ് 4 എന്ന് പറഞ്ഞാൽ മെഡിക്കൽ. നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം പിന്നെ നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫൈനലി ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഇത്രയുമാണ് ഈ ഒരു ജോബിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ സെലക്ഷൻ പ്രോസസ്സ് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലും ആരും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 17/8 ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സെപ്റ്റംബർ 2. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഒട്ടും ലേറ്റ് ആകരുത്. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. 10ാം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്തിട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ